കെ മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണെന്ന്. കെ മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞത് BJPക്ക് കോഴിമുട്ടയാണ് എന്നാണ് അല്ലേ? ഇപ്പോഴോ കെ മുരളീധരൻ എന്താണ് പറയുന്നത്? ഏത് ലോകത്താണ് ഇവർ? എന്താണ് ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം? കെ മുരളീധരനൊക്കെ സമനില തെറ്റി. ഇനി എവിടെ നിന്ന് ജയിക്കും എന്നുള്ളത് കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ ഇങ്ങനെ പിടയ്ക്കുക. ഒരു മണ്ഡലത്തും പോയാൽ ജയിക്കൂല. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ വന്നാൽ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ അന്നേ പറഞ്ഞു, ഇനി BJPയിൽ ചേരാതെ കെ മുരളീധരൻ കേരളത്തിൻ്റെ നിയമസഭ കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. BJPയിൽ അംഗത്വം എടുക്കാതെ കെ മുരളീധരൻ കേരളത്തിൻ്റെ നിയമസഭയുടെ കാലുകുത്തില്ല. അതെ, ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ വാസുകിയെ ഫോറിൻ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സഖാക്കളും സുഡാപ്പികളും പിന്നെ കുറേ ആൾക്കാരെല്ലാം ചേർന്നിട്ട്. അത് കേരളം വേറൊരു രാജ്യമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ്. വക്താവ് ഇന്നലെ വ്യക്തമായി പറഞ്ഞു. എന്താണ് ഇതിൽ ഇടപെടാൻ എന്താണ് അധികാരമുള്ളത്? ഇനി കുറച്ച് കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രി എവർ വെക്കും. കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടണം, കള്ളക്കടത്തിന് സഹായം കിട്ടണം, വിദേശത്ത് പടവും പിരിപ്പ് നടത്തണം, റെഡ് ക്രസന്റിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അഴിമതി നടത്തണം, ഗൾഫ് പോകണം, അമേരിക്കയിൽ പോയാലും തിരിച്ചു വരുന്ന വഴി ഒരാഴ്ച ഗൾഫിൽ തങ്ങണം, എന്തെങ്കിലും ഒരു സംഭവം ഗൾഫ് രാജ്യങ്ങളുണ്ടായാൽ ഉടനെ മന്ത്രിമാരെ അയക്കണം, അതിൻ്റെ പേരിൽ വേറെ കച്ചവടം നടത്തണം. അതിനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യലായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണിത്. IAS ഉദ്യോഗസ്ഥർ അവർ ഈ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഒന്ന് പാലിക്കുന്നത് നല്ലതാണ്. ഈ IASകാർ മുഴുവൻ ഈ പറയുന്നത് കേട്ട് നടന്നാൽ സർവീസിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. എയിംസ് ഞാൻ അന്നേ പറഞ്ഞില്ല, ബജറ്റിലല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. എയിംസ് കേരളത്തിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് തന്നെ ഇപ്പോൾ ഒരു ഉറപ്പില്ല. അത് സ്ഥലം പോരാണെന്നാണല്ലോ പറയുന്നത്. അല്ല, ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എയിംസിന് ആവശ്യമായ സ്ഥലം കൃത്യമായി ഏറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ്, ആവശ്യമായ സ്ഥലം. അല്ലാതെ എയിംസിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. എയിംസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ ഒരു സാധിച്ചിട്ടില്ല. അല്ല, ഞാൻ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കിനാലൂർ എന്ന് പറഞ്ഞാൽ ഈ ജില്ലയല്ലേ, ഞങ്ങളൊക്കെ ഈ ജില്ലക്കാരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വാദത്തിൻ്റെ വിഷയമായിട്ട് തന്നെ ഇത് ഉന്നയിക്കരുത്. അങ്ങനെയല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ഉറപ്പുണ്ടോ എവിടെയാണെന്ന്? അല്ല, പറഞ്ഞാൽ അതിന് സാധനം കൊടുക്കണ്ടേ? അല്ലെന്താ, ഒരു പ്രോജക്റ്റ് കേരളത്തിന് ലഭിക്കണമെങ്കിൽ ഈ പ്രോസസ്സിലാണ് ഞങ്ങൾ എടുത്ത് കൊടുക്കും. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കലിനെ സംബന്ധിച്ച് ഇന്നലെ റെയിൽവേ മന്ത്രി ഗൗരവതരമായൊരു ആരോപണം, ഒരു വസ്തുത ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം ശബരിപാതയുടെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എല്ലാം ഞങ്ങൾ റെഡിയാണ്. പാത ഇരട്ടിപ്പിക്കൽ, മൂന്നാം പാതയുടെ കാര്യത്തിലായാലും ഒക്കെ ഇതാ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ റെയിൽവേയുടെ മുമ്പിൽ വസ്തുതകൾ ഫയലുകളായി ഉണ്ട്. ഇവർ എത്ര പെർസെൻറ്റേജ് ഭൂമിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്? എയിംസിൻ്റെ കാര്യത്തിലും KSIDCയുടെ കയ്യിൽ 150 ഉണ്ട്, PT ഉഷ സ്കൂളിൻ്റെ കയ്യിൽ 25 ഉണ്ട്, ഇസ്മായിൽ കുറുമ്പയിലിൻ്റെ സംഘത്തിൻ്റെ കയ്യിൽ 100 ഏക്കർ വേറെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ CPMൻ്റെ അവരിപ്പോൾ വാങ്ങി കച്ചവടം എടുത്ത്, നിങ്ങൾക്കറിയാമല്ലോ, അഡ്വാൻസ് എടുത്തിട്ടിരിക്കുന്ന സ്ഥലം, അവരുടെ കയ്യിൽ 100 ഏക്കർ വേറെ ഉണ്ട്. അങ്ങനെയൊന്നും അല്ലെന്ന് ഒരു കേന്ദ്ര മന്ത്രാലയത്തെ സമീപിക്കേണ്ടത്. റിയൽ എസ്റ്റേറ്റ് ലോബി കോഴിക്കോട് ജില്ലയിലെ CPM നേതാക്കൾ, എളമരം കരീം സാഹിബ്, മറ്റേ അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരൊക്കെ ചേർന്നിട്ട് അവിടെ എല്ലാം വ്യാപകമായിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒക്കെ ഞങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പറയുന്നതല്ലല്ലോ എയിംസിന് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു വൻ സംഘം
ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വിവാദമൊക്കെ നിങ്ങൾ വിട്ടോ? PSC മെമ്പർ അവരൊക്കെ തന്നെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന്. ഇപ്പോൾ ഈ കോൺട്രസ്റ്റ് പൊളിച്ചിട്ട് അവിടെ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? സ്റ്റീൽ കോംപ്ലക്സ് 30 കോടി രൂപയ്ക്ക് വിറ്റിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതേ സംഘം തന്നെയാണ്. അതിപ്പോൾ അവരവിടെ നേരത്തെ തയ്യാറായിട്ടുണ്ടാവും. പക്ഷെ അതല്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തില്ലെന്നാണ് എൻ്റെ പക്ഷം. അല്ലെന്ന് സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി അത് തന്നെയാണ് പറഞ്ഞത്. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി, ഫയല് പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള ബജറ്റിനെ കുറിച്ച് LDFും UDFും കള്ളം പ്രചരിപ്പിക്കുന്നു. LDFിന്റെ ഏക തുറുപ്പ് ചീട്ട് കേന്ദ്ര അവഗണന എന്ന പല്ലവിയാണ്. അതിന് വകവെച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവും UDF MPമാരും. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ ഇത് അന്താക്ഷരിയാണോ എന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ പിണറായി സർക്കാരിന് വളം വെച്ചു കൊടുക്കുകയാണ് VD സതീശനും കമ്പനിയും. ഇവർ പ്രതിപക്ഷമല്ല, ഭരണകക്ഷിയുടെ B ടീമാണെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു.